എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 7 വർഷം. 2018 ജൂലൈ 2-നാണ് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ മഹാരാജാസ് കോളേജിൽ വെച്ച് അഭിമന്യു എന്ന മിടുക്കനായ വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയത്. അഭിമന്യു വധക്കേസിലെ 16 പ്രതികളുടെയും വിചാരണ ഉടൻ ആരംഭിക്കാനിരിക്കെയാണ് അഭിമന്യുവിന്റെ ഓർമ്മദിനം. മഹാരാജാസ് കോളേജ് ഇടനാഴികളിൽ അഭിമന്യുവിന്റെ ശബ്ദം മുഴങ്ങാതായിട്ട് 7 വർഷം പിന്നിട്ടു. എങ്കിലും വട്ടവടക്കാരനായ തങ്ങളുടെ പ്രിയ കൂട്ടുകാരനെ ഒരു കാലത്തും മറക്കില്ല എന്ന പ്രതിജ്ഞ പുതുക്കുകയാണ് മഹാരാജാസിലെ പുതുതലമുറ. വർഗീയതയ്ക്കും മതതീവ്രവാദത്തിനുമെതിരെ മഹാരാജാസ് കോളേജിന്റെ ചുമരിൽ അഭിമന്യു കുറിച്ചിട്ട വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യത്തിന് കാലത്തെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ഇന്ന് അഭിമന്യു ദിനം കടന്നു വന്നത്. പുലർച്ചെ 12 മണിക്ക് പതിവ് പോലെ അഭിമന്യു കുത്തേറ്റ് വീണയിടത്ത് സഹപാഠികൾ ഒത്തുകൂടി വർഗീയതയ്ക്കെതിരെ മരണം വരെ പോരാടുമെന്ന മുദ്രാവാക്യം മുഴക്കി വർഗീയ വിരുദ്ധ ചുവരെഴുത്തും നടത്തി. ഇന്ന് ഈ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായ വർഗീയതയ്ക്കെതിരെ എങ്ങനെ പ്രതിരോധം തീർക്കണമെന്നും ആ വർഗീയവാദികളെ എങ്ങനെ തിരിച്ചറിയാനും തുറന്നു കാട്ടാനും നമുക്ക് കഴിയുമെന്നും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഓർമ്മയായി അഭിമന്യു മാറി എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ മനസ്സിൽ അഭിമന്യുവിന്റെ ആ മുദ്രാവാക്യം, അഭിമന്യു എഴുതിയ വാക്കുകൾ ഇന്നും ഉറച്ചവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിന്റെയോ പ്രത്യയശാസ്ത്രത്തിന്റെയോ ഒന്നും അതിരുകളില്ലാതെ അഭിമന്യുവിന്റെ ഓർമ്മകൾ ഊർജ്ജമാക്കിക്കൊണ്ടൊരു തലമുറ ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് വിദ്യാർത്ഥികളായി ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് രാവിലെ 11 മണിക്ക് മറൈൻ ഡ്രൈവിൽ നിന്ന് മഹാരാജാസ് കോളേജിലേക്ക് വിദ്യാർത്ഥി റാലി സംഘടിപ്പിക്കും. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി അടക്കമുള്ള വിദ്യാർത്ഥി നേതാക്കൾ പങ്കെടുക്കും. അഭിമന്യുവിന്റെ ഓർമ്മ നിലനിർത്താനായി ഏർപ്പെടുത്തിയ വിദ്യാർത്ഥി അവാർഡുകളുടെ വിതരണവും ചടങ്ങിൽ നടക്കും. അഭിമന്യു കൊലപാതക കേസിലെ 16 പ്രതികളുടെ വിചാരണ അടുത്ത മാസം ആരംഭിക്കാനിരിക്കെയാണ് ഈ വർഷം രക്തസാക്ഷി ദിനം കടന്നു വന്നതെന്ന പ്രത്യേകതയുമുണ്ട്. 24 കൊച്ചി.